വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് തുടർച്ചയായ മൂന്നാമത്തെ തോൽവി. ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിട്ട ഇന്ത്യ 4 റൺസിനാണ് തോറ്റത്. ഒരു സമയത്ത് അനായാസം ജയത്തിലേക്ക് പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ നിന്നുമാണ് ഇന്ത്യ തോൽവിയിലേക്ക് വഴുതി വീണത്. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഹീതർ നൈറ്റിന്റെ വെടിക്കെട്ട് സെഞ്ചുറിയുടെ പിൻബലത്തിൽ 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺസാണ് എടുത്തത്. മികച്ച തുടക്കമായിരുന്നു ഇംഗ്ലണ്ടിന് ലഭിച്ചത്. ഓപ്പണർമാർ അവർക്ക് വേണ്ടി 73 റൺസാണ് കൂട്ടിച്ചേർത്തത്. ബേൺമൌത്ത് 22 റൺസും എമി ജോൺസ് 56 റൺസും അടിച്ചു. തുടർന്നാണ് ഹീതർ നൈറ്റ് ക്രീസിൽ എത്തുന്നത്. 91 പന്തിൽ 15 ഫോറിന്റെയും ഒരു 6-ന്റെയും സഹായത്തോടെ 109 റൺസാണ് ഹീതർ നൈറ്റ് അടിച്ചെടുത്തത്. സ്കിവർ ബണ്ട് 38 റൺസ് എടുത്തു. ബാക്കിയുള്ളവർക്കൊന്നും കാര്യമായി റൺസ് സ്കോർ ചെയ്യാനായില്ല. അങ്ങനെ 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 288 എന്ന സ്കോറിലേക്ക് ഇംഗ്ലണ്ട് എത്തി. ഇന്ത്യക്ക് വേണ്ടി ദീപ്തി ശർമ്മ മികച്ച ബൌളിംഗ് പ്രകടനമാണ് നടത്തിയത്. 10 ഓവറിൽ 51 റൺസ് വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തി. ചരണി ഇന്ത്യക്ക് വേണ്ടി 2 വിക്കറ്റും വീഴ്ത്തി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് പ്രതികാർ ഓവറിനെ തുടക്കത്തിൽ തന്നെ നഷ്ടമായി. വെറും 6 റൺസാണ് രാവിലെടുത്തത്. ഹർലിൻ ഡിയോൾ 24 റൺസും എടുത്ത് മടങ്ങി. എന്നാൽ സ്മൃതി മന്ദാനയും ഹർമൻപ്രീത് കൗറും ചേർന്ന് ഒരു മികച്ച കൂട്ടുകെട്ട് ഇന്ത്യക്കായി അടുത്തുയർത്തി. 125 റൺസാണ് ഇവർ കൂട്ടിച്ചേർത്തത്. സ്മൃതി മന്ദാന 94 പന്തിൽ 88 റൺസ് നേടിയപ്പോൾ ഹർമൻപ്രീത് കൗർ 70 പന്തിൽ 70 റൺസാണ് നേടിയത്. തുടർന്നെത്ത ദീപ്തി ശർമ്മയും മികച്ച രീതിയിൽ തന്നെ ബാറ്റ് വീശി. 57 പന്തിൽ 50 റൺസ് എടുത്ത്. എന്നാൽ പിന്നീട് വന്നവർക്ക് ഒരു മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശാനാകാതെ വന്നതോടെ ഇന്ത്യ തോൽവിയിലേക്ക് വഴുതി വീഴുകയായിരുന്നു. റിച്ച ഘോഷ് 10 പന്തിൽ 8 റൺസ് എടുത്തപ്പോൾ അമൻജോത് കൗർ 15 പന്തിൽ 18ഉം സ്നേഹ റാണ 9 പന്തിൽ 10 റൺസുമാണ് എടുത്തത്. അങ്ങനെ 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 284 റൺസ് എടുക്കാനേ ഇന്ത്യക്കായുള്ളൂ. ഇംഗ്ലണ്ടിന് വേണ്ടി സ്കിവർ ബണ്ട് 2 വിക്കറ്റ് നേടിയപ്പോൾ ബെല്ല്, സ്മിത്ത്, ഡീൻ എക്ലസ്റ്റോൺ എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടി. അങ്ങനെ തുടർച്ചയായ മൂന്നാമത്തെ തോൽവി ഇന്ത്യ നേരിട്ടിരിക്കുകയാണ്. അതേസമയം ഇംഗ്ലണ്ട് ആകട്ടെ ഓസ്ട്രേലിയയ്ക്കും സൗത്ത് ആഫ്രിക്കയ്ക്കും പിന്നാലെ സെമിയിലേക്ക് കടന്നിരിക്കുകയാണ്.